ഞാൻ യഥാർത്ഥ മുസ്ലിമാണ്, ഞാനൊരിക്കൽ ബഹുദൈവാരാധനയുടെ പിറകെ പോവുകയില്ല എന്ന ഒരു പ്രതിജ്ഞ കൂടി നിങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതു ചടങ്ങുകളിലും സ്വകാര്യ ചടങ്ങുകളിലുമൊക്കെ നിലവിളക്ക് കൊളുത്തുക പോലെയുള്ള അതേപോലെ തന്നെയുള്ള അത്തരത്തിലുള്ള ഒരു മത ആചാരങ്ങളെ ഒരു മുസ്ലിം എന്ന നിലക്ക് അത് നിർവഹിക്കുവാൻ പാടുള്ളതല്ല. ഓരോരുത്തർക്കും അവരവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നിർവഹിക്കാം. അതിനൊക്കെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒന്നിലും മറ്റൊരാൾ കൈകടത്തേണ്ടതില്ല. പക്ഷെ ഒരു മുസ്ലിം താനൊരു മതേതരനാണെന്ന് തെളിയിക്കാൻ, താൻ ഒരു സമാധാനപ്രിയനാണെന്ന് തെളിയിക്കാൻ, ആ നിലക്ക് എല്ലാവരുടെയും ഒരു സ്നേഹവും പ്രീതിയും എനിക്ക് കിട്ടണം എന്ന നിലക്ക് ഒരു മുസ്ലിം ജനപ്രതിനിധി ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. അതൊരു യഥാർത്ഥ വിശ്വാസിക്ക് യോജിച്ചതുമല്ല എന്ന് ഇപ്പോൾ തന്നെ ഒരു വനിതാ MLA ഒരു സ്വകാര്യ ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തി എന്നുള്ള ഒരു വാദം സമൂഹത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വർഗീയതയോട് ഒരു കോംപ്രമൈസുമില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു പുതിയ ഭരണകൂടം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ സത്യപ്രതിജ്ഞ ചെയ്ത എല്ലാ ഭരണാധികാരികളോടും മന്ത്രിമാരോടും MLAമാരോടുമൊക്കെ വളരെ സ്നേഹത്തോടുകൂടി വിനയത്തോടുകൂടി പറയാനുള്ളത്, ഒരു വലിയ സത്യപ്രതിജ്ഞയാണ് അവിടെ നിർവഹിച്ചിട്ടുള്ളത്. ദൈവനാമത്തിൽ എന്ന് ഓരോരുത്തരും പറഞ്ഞു. വിശ്വാസികളായ ആളുകൾ ഒരു മുസ്ലിം ദൈവനാമത്തിൽ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. ഞാനത് പ്രത്യേകം എടുത്ത് സൂചിപ്പിക്കുന്നത്, ഒരു വലിയ ഗൗരവമുള്ള കാര്യമാണ് ഒരു ഭരണം കൈയാളുക എന്നുള്ളത്. ഒരു വലിയ അമാനത്താണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കരാറുകളും വാക്കുകളുമൊക്കെ പാലിച്ച് നീതിനിഷ്ഠമായ ഒരു ഭരണം നടത്തുവാൻ ഈ പുതിയ ഭരണകൂടത്തിന് സാധിക്കണം. അങ്ങനെ സാധിക്കട്ടെ എന്നാണ് ഈ സമയത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനുള്ളത്. പ്രത്യേകിച്ച് മുസ്ലിം ഭരണാധികാരികളായ MLAമാരുണ്ടാകും, മന്ത്രിമാരുണ്ടാകും. അള്ളാഹുവിൻ്റെ പേരിൽ പ്രതിജ്ഞ എടുത്തിട്ടുള്ള ആ നിലക്കുള്ള ഗൗരവത്തോടുകൂടി അവരുടേതായ ആ ഉത്തരവാദിത്തം ഏറ്റിട്ടുള്ള ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്നുള്ള ഒരു ഓർമ്മ കൂടി നിങ്ങൾക്കുണ്ടാകണം. മറ്റുള്ളവരേക്കാൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ തൻ്റേതായ സ്വത്വത്തെ, തൻ്റേതായ ഐഡന്റിറ്റിയെ നിലനിർത്തേണ്ടവരാണ്. ഒരു രാജ്യത്ത് എന്താണോ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അത് ആ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അനുസരിച്ച് കൃത്യമായി നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ അതിനേക്കാൾ നിങ്ങൾക്ക് വലിയ ഒരു കടമയുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ 5 നേരം നിസ്കരിക്കുമ്പോൾ ഞാനിതാ എല്ലാം നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു, ഞാൻ യഥാർത്ഥ മുസ്ലിമാണ്, ഞാനൊരിക്കലും ബഹുദൈവാരാധനയുടെ പിറകെ പോവുകയില്ല എന്ന ഒരു പ്രതിജ്ഞ കൂടി നിങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതു ചടങ്ങുകളിലും സ്വകാര്യ ചടങ്ങുകളിലുമൊക്കെ നിലവിളക്ക് കൊളുത്തുക പോലെയുള്ള അതേപോലെ തന്നെയുള്ള അത്തരത്തിലുള്ള ഒരു മത ആചാരങ്ങളെ ഒരു മുസ്ലിം എന്ന നിലക്ക് അത് നിർവഹിക്കുവാൻ പാടുള്ളതല്ല. ഓരോരുത്തർക്കും അവരവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നിർവഹിക്കാം. അതിനൊക്കെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒന്നിലും മറ്റൊരാൾ കൈകടത്തേണ്ടതില്ല. പക്ഷെ ഒരു മുസ്ലിം താനൊരു മതേതരനാണെന്ന് തെളിയിക്കാൻ, താൻ ഒരു സമാധാനപ്രിയനാണെന്ന് തെളിയിക്കാൻ, ആ നിലക്ക് എല്ലാവരുടെയും ഒരു സ്നേഹവും പ്രീതിയും എനിക്ക് കിട്ടണം എന്ന നിലക്ക് ഒരു മുസ്ലിം ജനപ്രതിനിധി ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. അതൊരു യഥാർത്ഥ വിശ്വാസിക്ക് യോജിച്ചതുമല്ല എന്ന് ഇപ്പോൾ തന്നെ ഒരു വനിതാ MLA ഒരു സ്വകാര്യ ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തി എന്നുള്ള ഒരു വാദം സമൂഹത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിലപാടിൽ മാറ്റമില്ല, നിലപാടിൽ ഒരു മാറ്റമില്ല. അതിശക്തമായ സെക്യുലർ നിലപാടാണ്. ഒരു നിലപാടിലും മാറ്റമില്ല. ആര് വർഗീയത പറഞ്ഞാലും അതിനെ എതിർക്കുകയും ചെയ്യും.